കേരളത്തിലെ പോലീസ് സേനയിൽ ചില ആക്ഷൻ ഹീറോ ബിജുമാരുടെ ബാധകേറിയ അല്ലെങ്കിൽ ഭരചന്ദ്രന്മാരുടെ വേഷം കെട്ടിയാടുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ടെന്ന് കഴക്കൂട്ടത്ത് നടന്ന ഒരു സംഭവം തെളിയിക്കുകയാണ്. വീടിന്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടായത്. ആ വിഷയം ക്രിസ്മസിന്റെ അന്ന് ഉണ്ടാകുമ്പോൾ തന്നെ ഈ മർദ്ദനമേറ്റ വ്യക്തി നേരിട്ട് വിളിച്ചിരുന്നു, ഈ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞറിഞ്ഞതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില തിരക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത ഇന്നലെ തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. ആ വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, മർദ്ദനമേറ്റ വിനോദ് എന്ന വ്യക്തിയുടെ ഭാഗത്താണ് 100% ശരി. നേരത്തെ പറഞ്ഞ പോലെ വീടിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നത്. CI അറിയാം, ഒരു ഹായ് ബൈ ബന്ധമാണ്, നേരിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ല. എന്നിരുന്നാലും അറിയാം, ഈ പറയുന്ന വിനോദിനെയും പ്രാദേശികമായിട്ടൊക്കെ പല കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെയും അറിയാം. അദ്ദേഹം ഒന്നും അത്ര ആവശ്യമില്ലാതെയൊന്നും ആരോടും മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയല്ല. അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു സംഭവവികാസത്തിലാണ് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ, അറിയാലോ, ഈ വെട്രോഡ് പ്രദേശത്ത് ദേശീയപാതയ്ക്ക് പാരലായിട്ട് തന്നെ കടന്നു പോകുന്ന റോഡാണ്. അവിടെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട ആ റോഡ് കുത്തിക്കുഴിച്ചതിന്റെ വലിയ പരാതികൾ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ രാത്രിയും പകലുമായിട്ട് അത് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ ആരംഭിച്ചിരിക്കുന്നതും റോഡ് അടച്ചിട്ടും, അതായത് ഈ ദേശീയപാതയിൽ നിന്ന് സെന്റ് ആന്റണി സ്കൂളിന്റെ അടുത്തേക്ക് വരുന്ന ഒരു റോഡാണ്, ഇത് അടച്ചിട്ടിട്ട് അവിടെ പണി നടക്കുകയാണ്. ആ റോഡ് വഴിയാണ് നമ്മുടെ CI ഏമാൻ കടന്നു പോകേണ്ടിയിരുന്നത്. CI ഏമാൻ അതുവഴി കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് ഇദ്ദേഹം സ്വകാര്യ കാറിൽ വരുമ്പോൾ ഇത് അടച്ചിരിക്കുകയാണ്.